இதுன்னு இப்போ ஹை பட்ஜெட் படம் போல ஃபைட் சீக்வன்ஸில் இவங்களோட கேமரா ஒர்க் அடிச்சிக்க முடியாதுப்பா. வணக்கம் மகளே, வெல்கம் டு த சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹாய். ஆக்சுவலி நீங்கள் நிறைய பேர் இந்த படத்தை வந்து சஜஸ்ட் பண்ண மாதிரி எனக்கு ஒன்றும் தெரியல. ஆனால் எங்களுக்கு ரொம்ப நாளாக இந்த படத்தை பார்க்கணுன்னு ஆசை. ஸோ நாங்களும் எல்லாம் சஜஸ்ட் பண்ணுவீங்க வெயிட் பண்ண யாரும் பண்ணலை. சரி நம்மளே இதை பார்த்துடலாம். நாங்களும் இந்த படம் பண்ணுறதுக்காக ரொம்ப நாளாக அதை பார்க்காமலே வச்சுருந்தோம். ஆக்சுவலி அக்கா 2-3 சீன்ஸ்லாம் பார்த்துருப்பான்னு நினைக்கிறேன். எஸ். கொஞ்சம் ஸ்பாய்லர் பார்த்துட்டேன். ஸோ அக்காவுக்கு வந்து ஒரு சில சீன்ஸ்லாம் தெரியும். எனக்கு வந்து கம்ப்ளீட்லி நியூ. ஸோ இந்த படத்தை பார்க்குறதுக்கு ரொம்ப எக்ஸைட்டடாக இருந்தோம். ஸோ இன்னைக்கு பண்ணுறோம். படத்துக்குள்ள போயிடலாமாக்கா? எஸ், ஸ்டார்ட் பண்ணிடலாம். ഒരു സഞ്ചാരിയും കാലം എന്റെ വാഹനവുമാണ്. കഴിവുകൾ വിളമ്പിയവനാണ് ഞാൻ. പക്ഷേ കാലം തീർക്കുന്ന ചുഴികളിലും പരീക്ഷണങ്ങളിലും കാലിടറിയവർ പ്രപഞ്ചത്തിന്റെ ശ്വാസമാകുന്നതിന് പകരം കെട്ടുറപ്പില്ലാത്ത ചരിത്രം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. വെല്ലുവിളികളും പരീക്ഷണങ്ങളും നിറഞ്ഞ ആ നിയോഗം പൂർത്തീകരിക്കേണ്ടവരെ കാലത്തിനൊപ്പം പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ്. ஏஆர்எம்னா என்ன ப்ரொடக்ஷன் ഹൗസ് നെയിമാ അല്ല പടം ആരംഭിച്ചത്? കാടും മനുഷ്യന്മാരും പടം സ്റ്റാർട്ടഡ്. മൃഗങ്ങളും ഒന്നായിരുന്നൊരു കാലം. ഒരു രാത്രി ആകാശത്ത് നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല് കാറ്റിനെക്കാളും വേഗത്തിൽ, മിന്നലിനെക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. ഇതിനിപ്പോ ഹൈ ബഡ്ജറ്റ് പടം പോലെ. കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഈ വിവരം അറിഞ്ഞെത്തിയ എടക്കൽ കൊട്ടാരത്തിലെ തമ്പുരാനും കൂട്ടരും ആ നക്ഷത്രക്കല്ല് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി. തെക്കുംപാടം കൊല്ലൻ എന്ന് പറയുന്ന ഒരാൾ ഒരു അത്ഭുത വിളക്കുണ്ടാക്കി. മഴയും കാറ്റും ഇടിയും മിന്നലും വരെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു അത്ഭുത വിളക്ക്. നല്ല മ്യൂസിക്. പിന്നീട് എടക്കൽ രാജവംശത്തിന്റെ പെരുമക്കും പ്രതാപത്തിനും ഒക്കെ കാരണമായത്. പിന്നെ എങ്ങനെയാ വിളക്ക് അതിങ്ങട്ടേക്ക് തിരിച്ചുകൊണ്ടുവന്നൊരു മഹാവീരനാണ്. എടക്കൽ രാജാവിന് വലിയൊരു പ്രശ്നം ഉണ്ടായി. പുലിമുട്ട് മമ്മദ് എന്ന് പറഞ്ഞ കടൽ കച്ചവടക്കാരൻ രാജാവിന്റെ മരുമോൻ മാനവർമ്മ മമ്മദിന്റെ പിടിയിലാവുകയും ചെയ്തു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് ആ പറഞ്ഞ നീലിയത്തെ കുഞ്ഞിക്കേളു. ആകാശത്തിന് താഴെയുള്ള സകല അടവും അഭ്യാസവും ജന്മനാ വരിച്ചൊരു മഹാവീരൻ. ദേവഗണം. அப்பவே பிளாஸ்ட் இதானே? யார் டொவினோவா? சமைக்கிறடா. டொவினோ தானே? ஏய் நைஸ். இந்த வால் தான் டைட்டில் கார்டுல இருந்ததுன்னு நினைக்கிறேன். அது ஸ்ட்ரைட்டா இருந்துச்சுப்பா. என்ன 300 ஸ்டைலில் பண்ணியிருக்காங்க. அதில் இது மாதிரி தான் ரத்தம் தெரிய சண்டை போட்டுட்டு இருப்பாங்க ஸ்குவாட் ஃபைட்லாம். இது நேச்சுரலாக இருக்கு. யாரு हरामी तूफान तंबुरान ते कूली काटना കൂലി പവർ ഹൗസ്. കൂലി ഞാൻ വാങ്ങുന്നുണ്ട് നിന്റെ കാര്യത്തിൽ. അപ്പടി
ஓடு. இந்த ஃபைட் சீக்வன்ஸ்ல இவங்களோட கேமரா ஒர்க் அடிச்சிக்க முடியாதுப்பா. அதேதான். வியூவர்ஸ் எந்த ஆங்கிள் இருந்தெல்லாம் பார்க்கணும்னு ஆசைப்படுவாங்களோ அந்த ஆங்கிள் எல்லாம் காட்டிடுறாங்க. இப்பதான் கலரி போல இல்ல, இது கலரி சொல்றேன் சும்மா. தாடி விழுந்துருச்சு. சரி சரி, வணக்கம் வச்சதெல்லாம் போதும், கூலி விடுங்க. ജിതിൻലാൽ എங்கே കേളിപ്പെട്ട മാർക്ക്. മനസ്സ് നിറഞ്ഞ് ഞാൻ ചോദിക്കുക, എന്താ നിനക്ക് തരേണ്ടത്? എന്തും ചോദിക്കാം. എന്റെ നാട്ടിൽ പൊട്ടി വീണ നക്ഷത്രക്കല്ലുകൊണ്ടുണ്ടാക്കിയ ശ്രീപോതി വിളക്ക്. ആ വിളക്ക് ഇന്നാട്ടിൽ തീർത്ത സമൃദ്ധിയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുമുണ്ട്. അത് ഹരിപുരത്ത് വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കെന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് തന്നാ മതി. நல்லவனா கெட்டவனா? ஓ, கொடுத்துட்டாப்லப்பா. ஓ, இப்போ இது விளக்கு தான் போல. இது வந்து இவங்க நினைச்ச நேரத்துக்கு மழை வரும், புயல் அடிக்கும் எல்லாமே கரெக்டா. ஐஸ்வர்யா എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യം. എനക്കും നമ്മളെ കൂട്ടർക്കും ഇനി എങ്ങനെ ചിയോതി വിളക്ക് കാണാൻ ഒരു ടൈം പാக்கிறதுக்கே எடுத்துட்டு வந்தாப்லையா? ഇന്നാട്ടിലെ തീണ്ടലില്ലാതെ ചിയോതി വിളക്ക് കാണണമെന്നാ എന്റെ ആഗ്രഹം. ആ നക്ഷത്രക്കല്ല് പൊട്ടി കാസ്റ്റ് പ്രോബ്ലമാ இருக்காங்க. പക്ഷേ ഭഗവാന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു മോളെ. നാട് മുഴുവൻ വസൂരി വന്ന ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. அதான் நான் பார்த்தேன், ஒடுத்தோண்டி முடிச்சு விட்டாங்களா ஹீரோயினை. ദേവി വിളയാടിയതാണെങ്കിൽ അതിനുള്ള പ്രതിവിധിയും ദേവിക്കാറായിരിക്കുമല്ലോ. വരുത്തം വന്നാൽ ചികിത്സിക്കണം. ചോദ്യനെ കൊണ്ടുപോയതിന്റെ 10ാം നാള് കേളുവിനും വസൂരി. ചിലപ്പോ ചോദ്യന്റെ വസൂരി കേളു ആവാഹിച്ചെടുത്തതും ആവാം. അങ്ങനെയും കഥകളുണ്ട്. தேவையா நமக்கு இதெல்லாம்? காதுள்ள மாட்டிக்கிட்டே தலைவா. என்ன தெரிக்கிறாப்ல. കുഞ്ഞിക്കേള് കൊണ്ടുവന്ന വിളക്ക ഈ നാടിന്റെ ഐശ്വര്യം. 5 കൊല്ലത്തിലൊരിക്കൽ കാവിൽ നടക്കുന്ന അങ്കത്തല്ലില്ലേ, അത് കുഞ്ഞിക്കേളുവിനുള്ള പ്രശ്നവിധിയാ. വിളക്ക് കൊണ്ടുവന്നതിന്റെ ഓർമ്മക്ക്. അപ്പോ ചോദ്യനെയും കൂട്ടി ഓളുടെ അമ്മ നാഗർകോവില കേട്ടിട്ടില്ല. അപ്പോ മണിയന്റെ കഥയോ? രാത്രി കിടക്കുമ്പോ വല്ല ഭഗവാന്റെ നാമം വിളിക്കുന്നതിന് പകരം ചിയോതി വിളക്ക് കേട്ട ആ കള്ളന്റെ കഥയെ നിനക്കറിയണ്ട. 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും. ഇന്നോടെ നിൽക്കണം. ഓന്റെ ഈ മണിയടി കൊള്ളിട്ടായാലും വേണ്ടില്ല. കള്ള ബടുവൻ. എന്റെ അമ്മ മണീന്റെ ഒച്ചല്ലേ കേൾക്കുന്നത്? உயிரோட வந்துட்டாரா? சாகலையா? இது மணியன் ஸ்டோரி. செம ராகான ரோல் இது. ஓஹோ. என்ன ஹாரி பாட்டர் திருடிட்டு போயிட்டாரா?
മാല മാത്രമല്ല സ്വർണ്ണ പല്ലും പോയി. അവിടെ പല്ല് പിടിക്കിട്ട അസുരനാ അസുരൻ. நானும் வந்து தொவினோ மீசை வச்சுக்கலான் இருக்கேன். தொவினா மீசை வச்சிட்டேன். படம் ஃபுல்லாக இனிமேட்டு தொவினா மீசையோட தான் உட்கார போகிறேன். നിമിഷം നേരം കൊണ്ട് അടപ്പാവിലാ. അച്ചാച്ചൻ കള്ളാന്ന് പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കുന്നു. ആരും എന്നെ കളിക്കാൻ കൂട്ടൂല. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവാനേ ആദ്യം இந்த அம்மா என்ன திருடுறது சொல்லி கொடுத்துட்டு இருக்காங்க. കുറുക്കന്റെ കണിയും പഠിക്കണം. என்ன காக்காக்கு ட்ரைனிங் கொடுத்து ஆட்டியா போடுறாங்களா? അയ്യോ എന്റെ താക്കോല്. அடப்பாவிகளா. ரைட்டு. ஓ, இவங்க தான் அந்த கிளிய கப்பலா? அப்படிதான் நினைக்கிறேன். CQ, this is Victor Uniform 2 calling and standing by. என்ன பண்றாரு? அவர் ஸ்பேஸ் ஸ்டேஷன் கனெக்ட் பண்ண ட்ரை பண்றாரு. ഹലോ. இங்க கனெக்ட். ஸ்பேஸ் ஸ்டேஷனா? ஆக்சுவலி எல்லாரும் பண்ணுவாங்கப்பா இந்த மாதிரி பண்றவங்க. ചോദ്യോത്തരം ഞാൻ എന്നെ പറയും. நான் அவரை தான் ட்ரை பண்ண நினைச்சேன். അതിന്റെ ഒരു ബോറടി നിനക്ക് ഉണ്ടാവും എനിക്കറിയാം. പക്ഷേ പ്രേമിക്കാൻ വേണ്ടിട്ട് ഹാം റേഡിയോ ലൈസൻസ് എടുത്ത കേരളത്തിലാണെന്ന് മറക്കരുത്. ഒന്നും വേണ്ട. ഈ ഹാം ലൈസൻസ് ഉള്ളവരാണ് ചില്ലറക്കാരൊന്നുമല്ല. സിൽമാടൻ, മമ്മൂട്ടി, കമലഹാസൻ, പിന്നെ രാജീവ് ഗാന്ധി, ராஜீவ் காந்தியா? പിന്നെ ഞാനും. ആടെ മഴ തുടങ്ങിയിട്ടില്ലേ? കണ്ടുവാ, ഞാൻ കാറ്റായിട്ടും മഴയായിട്ടും ഭയങ്കര മണ്ഡറാപ്പിള. പോവാനായിട്ട് ഒരു ടാങ്കർ ലോറിയും കൂടെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. മാട്ടിക്കിനാറ് ഒത്തര്. മോഹൻലാൽ கண்டுபிடிச்சாரு நினைக்கிறீங்க அப்ப. ஆமா. பின்ன மோகன்லாலுக்கு வித்தியாசம் தெரியாதா? ஓ, அவங்க மாட்டிக்கிட்டே ஆஃப் பண்ற மாதிரி வச்சிருக்காளா? அப்படி இருக்க வாய்ப்பு இல்லையே. இவனுக்கு கரண்ட் கட் ஆயிடுச்சுன்னு நினைக்கிறேன். ഓ, പോലീസ് റഡാറെല്ലാം വെച്ചിരിക്കാമ്പா. പോലീസുകാരുടെ വർത്തമാനം എന്നെ കേട്ടോണ്ടിരുന്നിട്ട് നാളെ റേഡിയന്റ് കമ്പനീന്റെ മുതലാളിനെ പിടിച്ചോണ്ട് പോവോ? അവര് പണിയെടുക്കുന്നുണ്ടോന്ന് നമുക്കൊന്നും അറിയണല്ലോ. കറണ്ട് പ്രോബ്ലം. ആദ്യം നീ മോട്ടർ പോയിട്ട് നോക്കിട്ടാ. ഇവനല്ലാതെ ഇന്നാട്ടിൽ വേറൊരുത്തനും ഇല്ലേ? ജാതി നോക്കിട്ട് ആരെങ്കിലും പണിക്ക് ஓ, கேஸ்டிகா சொல்றாரா? நான் கூட ரேடியோல கண்டுபிடிச்சேன்னு நினைச்சேன். அடப்பாவிகளா, ஃபியூஸ் ஃபுல்லா ஐஸ் ஃபார்ம் ஆகி கிடக்குது. ഈ വീട്ടിലേക്ക് മാത്രമായിട്ട് ഒരുത്തിനെ ஐஸ் இல்ல, யாரோ சால்ட் வச்சிருக்காங்க. അതും ഏതെങ്കിലും இல்ல ஐஸ் தான். ഒന്ന് വേഗം നോക്കജയാ. ഫ്യൂസ് പോയതാന്ന്. ഇപ്പൊ ശരിയാക്കാം. കുട്ടപ്പേട്ടാ, ഓ എന്റെ റൂമിൽ ലൈറ്റ് എത്തുന്നില്ല. അടപ്പാവികളാ. ഓ ഓ ആ അതും പോയി. കോളിയും ബെല്ല് ശരിയാക്കുമ്പോ പമ്പ് പോവും. പമ്പ് ശരിയാക്കുമ്പോ இவதான் பண்ணிட்டு இருக்கா எல்லாத்தையும். ஆமா. എന്തുണ്ടോ നിന്റെ ജോലിന്റെ കാര്യമില്ല, എന്തായി? 1-2 ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്കല്ല സർക്കാർ പണി കിട്ടാൻ വാലിന്റെ ആട്ടം കുറച്ച് ഏറുന്നുണ്ട്. இந்த மாரி ஆளுங்களை எல்லாம் ഏത് ലൈറ്റാ കത്താത്തത്? ഇതാന്നല്ലേ? இவனுக்கு தெரியுதா? அதான் அவளுக்கு தெரியுது, வேணே பண்றா. റേഡിയോയിലുള്ള വിപ്ലവം മാത്രമേ ഉള്ളൂ. വിപ്ലവം മോക്കും വയറിങ് പഠിക്കണം. ഏട്ടാ, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടോ? ആ
കുടിക്കേ ചാടി കുളിക്കേ എന്താന്ന് വെച്ചാ ചെയ്. ഈ ഗ്ലാസ്സിൽ കുടിച്ചാൽ മതി. ആഹാ. ഇനി ഉപ്പിട്ടാ വീട് ഇരുട്ടിലാവട്ടോ. ഉപ്പ് போட்டு வைக்கிறா போல. എനിക്ക് കാണാൻ തോന്നിയാൽ ഞാൻ ഇനി ഉപ്പിടും. ஐயோ சவுண்ட் கேட்டுருச்சு. ആ കുഴപ്പമില്ല. இவருக்கு தெரியுதுப்பா இவருக்கு. மாட்டிக்கிட்டா அப்புறம் என்ன? எனக்கு இந்த பாட்டு ரொம்ப பிடிச்சிருந்துச்சுப்பா. അപ്പൊ നമ്മുടെ മൗലിക നീ ഇന്നലെ നമ്മളെ ദാമോദരന്റെ വീട്ടിൽ മോട്ടർ നന്നാക്കാൻ പോയിനാ? എന്നാ മോട്ടർ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. அதுக்கு என்ன பண்றது? അതിന് പരാതി കിട്ടിയിട്ടുണ്ട്. നിന്നെ അവർക്ക് സംശയം. എന്നെ എന്തിനാ സാറേ സംശയിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താ ജീവിക്കുന്നത്. മോഷണവും കഷ്ടപ്പാടുള്ള പണി തന്നെയാടാ. അത് ഞങ്ങൾക്കറിയാം. പ്രേമന്റെ വീട്ടിൽ നിന്ന് മാല പോയി, വേറെ 3-4 വീട്ടിൽ നിന്ന് മോട്ടർ. ഇതൊന്നും പോരാത്തതിന് ആടും കോയും പല വക. ഉറക്കം പോയാൽ നമുക്കാന്ന്. ലക്ഷ്മി, ഇടയ്ക്കൽ കോവിലകത്തെ ആളാ കക്ഷി. ഈടെ മൂപ്പർക്ക് ഒരു TV പരിപാടി ചെയ്യണം. നമ്മളെ കാവിനെ പറ്റി പ്രയാസമില്ല. എന്റെ ഷർട്ടും തരാം. അതെ കുഴപ്പമില്ല, വണ്ടിയിലുണ്ട്. ഐ മാനേജ്. എന്റെ പൊന്നജയ, ആംപ്ലിഫയർ ഒന്ന് ശരിയാക്കി തരാ. എത്ര കാലം 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. നീ പോവല്ലേ? നീ ഇപ്പൊ പോയ അടുത്ത ഉത്സവത്തിനെ കാണുള്ളൂ. കള്ളന്റെ സൗകര്യക്കേടുകൊണ്ട് നാട്ടുകാർക്കിടെ ജീവിക്കാൻ പറ്റണ്ടായി. பின்ன அவங்க ஏரியா ஆளுங்களே அவனை அப்படி பண்றாங்களா? என்னாச்சே? ஊர் ஃபுல்லாவே கலாய்ச்சிட்டு இருக்காங்கன்னு நினைக்கிறேன் அவனை திருடன். பேசில் தம்பி இவனா? எனக்கு இவர் ரொம்ப பிடிக்கும். സമയം കിട്ടിയില്ല എം വി അജയ. മംഗലാപുരം, ഉടുപ്പി, കൊല്ലൂർ, ധർമ്മസ്ഥല, മുരുടേശ്വരം, ഗോകർണം, ധർമ്മസ്ഥല മണാലി എന്നിങ്ങനെ പോവാൻ ഇനി ഇനി ഒരു തിരിച്ചുവരവില്ലാന്ന് വിചാരിച്ചാ. അത്രയ്ക്ക് നോവിച്ചിരുന്നു ഈ പിഞ്ചു ഹൃദയം. അകത്ത് പോയി പാത്രം കഴുകി വെക്കടാ. ഇല്ല, നിങ്ങൾ ഒടുക്കത്തെ ചെമ്പും വെച്ചാലും ഞാൻ ഈ നാട് വിട്ടു പോയത്. അച്ഛന്മാരായ മക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാ വാടാ. என்ன பண்றான்? ഈടെ ഞാനൊരു ചായക്കട പോവാ. സ്വന്തം കസ്റ്റമേഴ്സിനോടും പണിക്കാരോടും എങ്ങനെ പെരുമാറണമെന്ന് അച്ഛൻ ഈടുന്ന് കണ്ടുപിടിക്കാം. தலையில இருக்க നിങ്ങളെ പേരെന്നല്ല? എല്ലാം തീരുമാനിച്ച പോലെ. അല്ല, അജയന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ? അതിലെന്ത് തീരുമാനം? വിളക്ക് കെട്ടവന്റെ കുടുംബക്കാരെ കാവിൽ കയറ്റാൻ കമ്മിറ്റി തീരുമാനിച്ച പിന്നെ നാട്ടുകാരും ഉത്സവത്തിനുണ്ടാവില്ല. അപ്പൊ കളരി കയറ്റുന്നോ? കളരി വേറെ, കാവ് വേറെ. കേട്ടോ, ഈനകത്താന്ന് ചിയോതി വിളക്കുള്ളത്. കൊല്ലത്തിൽ ഒരിക്കൽ നട തുറക്കും. വിളക്കിന്റെ ഫോട്ടോ അന്ന് എടുക്കുക. നട തുറക്കലിന്റെ തലേന്നാണ് അങ്കത്തല്ല്. കളരിത്തറയില് അതിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. കണ്ണാടി പോട്ടിട്ട് ക്യാമറമാൻ പാക്കുறாரு. ഈ വിളക്കിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് ഈ വിളക്കിനെ കുറിച്ച് അറിഞ്ഞ ഒരു ടീം എന്നെ വന്ന് കണ്ടിരുന്നു. അടുത്ത മാസം ലണ്ടനിൽ വെച്ച് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവർക്ക് കൈ കൊടുക്കും. ஓ, திருட்டு பசங்களா அவனுங்க? இவர்தான் வில்லன் மெட்டீரியல் நம்ம அப்பவே டிக்ளேர் பண்ணிட்டேன். நான் வில்லன்னா காஸ்ட் ரிலேட்டட் வில்லன் நினைச்சேன். ഇതിന്റെ ഉള്ളിലുള്ള വിളക്ക് ഒരു മൂല്യയിടാൻ പറ്റാത്ത ഹിഡൻ ട്രഷറാ. ഇറ്റ്സ് ഇൻവാല്യുബിൾ. ഞാനും ആ വിളക്കിന് അവകാശിയാണല്ലോ. എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും ഞാൻ ആ വിളക്ക് എടുത്തിരിക്കും. തിരിക്കും തിരിക്കും. ഷൂസ് അയച്ചിട്ട് ഷൂട്ടിക്കോ.
ഓഹോ ശരി. ഇടയ്ക്കലും നമ്മയും തമ്മിലുള്ള അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ ഇത്? പിന്നെ ഈ അടി കാണലാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രധാന വിനോദം. ഇത്തവണ ഇടയ്ക്കലിന് വേണ്ടി തല്ലു പിടിക്കാൻ വരുന്ന ആരാന്നറിയോ? കാവുമ്പായി സുധാകരൻ. അയാൾക്ക് അറിയാൻ കഴിയാത്ത കെട്ടുമറിച്ചിലുകൾ ഒന്നും ഇല്ലാതാ കേട്ടത്. നല്ല നാടൻ തല്ല്, കരാട്ടെ, ഓ ലൂഡോവാ? ലൂഡോ അല്ല. അതാണ് എന്നടാ ലൂഡോ ഡ്രൈവർ. ഉച്ചയ്ക്ക് ഊണ് വീട്ടുന്ന ശരി. இது வந்து எந்த செஞ்சுரியில் இது நடந்துகிட்டு இருக்கு? ஓ எல்லாமே நோட்டீஸ் பண்றாரு அவரு. ஓகே இப்போ சச்சினோட 1990s பண்ணா. സൂപ്പർ. He'll make many more records. ഈടെ ആരും ഇത് കാണലൊന്നുമില്ല. പിന്നെ ലക്ഷ്മി കാണും. ഈ കൊട വെച്ചത് തന്നെ ഇവള് പറഞ്ഞിട്ടാ. ഞാൻ നോക്കാം സിഗ്നൽ പോയിട്ടുണ്ടാവും. ஓ எப்படா ஒரே வீட்டுல மாட்டிக்க മാட்டീங்களാടാ? എങ്ങനെ വന്നു? എനക്കെങ്ങനെ ഞാൻ തമാശക്ക് വിളിച്ചാ. കൊടുമിയേ സെൻസിറ്റീവ് ടു വേർഡ് കള്ളൻ. ആമാ ഒരു മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കട്ടെ. ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരുന്നു. എനക്കറിയായിരുന്നു വരുമെന്ന്. ഇപ്പൊ ശരിയായോ? ഇപ്പോഴോ? அவன் தெரிஞ்சதான் பண்றான்னு நினைக்கிறேன். எப்ப மாட்டுவாங்க வெயிட்டிங். ഇന്നത്തേക്കല്ല നിന്ന് ഇപ്പൊ അത്ര ആലോചിച്ചാൽ മതി. മോളെ ഇതൊക്കെ ആ കുട്ടപ്പൻ നോക്കൂലേ? എന്നാലും വീട്ടിൽ വരുന്നവരുടെ താല്പര്യം നോക്കി പെരുമാറുന്നത് തറവാടിത്തത്തിന്റെ ഗുണ. மாட்டிக்கிட்டான்னு நினைச்சேன். മോള് വാ. தெரிஞ்சு பண்றானா? தெரிஞ்சு பண்றான்னு நினைக்கிறேன். அதான் கல்லன் கல்லன். அடடா மாட்டிக்க போறான்னு நினைக்கிறேன். அட அவனுக்கு பேர இவனை பிடிச்சிருவாங்களோ? നിന്തടാ ഇവിടെ ഞാൻ വീട്ടിലേക്ക് എവിടുന്ന്? കൊടുങ്ങ നമ്പ്യാരുടെ വീട്ടിൽ കയറി നീ എന്നെ ഇപ്പൊ സമ്മതിച്ചോ? ഇല്ലെങ്കിൽ നിന്നെ ചെമ്പിയാൻ ചവിട്ടി പിടിക്കും. ഞാൻ അല്ലാതെ പറഞ്ഞു. പിന്നെ നിന്റെ അച്ഛൻ കള്ളത്തണ്ടി മണിയനാ. ഇതുവരെ പെട്ടത് മുഴുവൻ നീയാന്ന് ഞാൻ തെളിയിക്കും. ഇല്ലെങ്കിൽ പിന്നെ പോലീസുകാരാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്റെ മുമ്പ് നിന്ന് കഷ്ടി രക്ഷപ്പെട്ടതാ. എന്നിട്ട് അയ്യുഭാവം കളിക്കാൻ നീ വരട്ടോ? നാളെ SI വന്നിട്ട് തീരുമാനിക്കാമോ? ഞാനല്ല സാറേ. പിന്നെ മണിയും തൂക്കി കക്കാൻ നടന്നിട്ട് നോടിയുന്ന നായി. നീ എന്താ നോക്കി പഠിപ്പിക്കുന്ന എന്നെ? ചന്ദ്ര ഓ ഓടി വാടാ, ഓടി. എടുക്ക പൊക്ക് പൊക്ക്. ஓ இது அட்டாக் ஆயிடுச்சுன்னு நினைச்சிட்டாங்களா? யார் எஸ் சாப்பாட்டு பையோட இறங்குறாப்புல. இன்டர்வியூ மார்க்கமா தான் இருக்கு. இவரு நல்லா காமெடி பண்ணுவார்ப்பா. കാവിലെ ഉത്സവത്തിന് ക്ഷണം തരാൻ വന്നതാന്ന്. ഉള്ളില് കേസ് എടുക്കുമല്ലോ അല്ലേ? ഇല്ല, സദ്യ ഉണ്ടോ? പിന്നില്ലേ സദ്യ ഫുഡ്. അതെ വരും. ഹലോ, പോലീസ് സ്റ്റേഷൻ. ചാത്തൂട്ടിയം പേരാ സാറേ. ചാത്തൂട്ടി നമ്പ്യാർ. സാറേ, എന്തായി കാര്യങ്ങള്? തെളിവ് കിട്ടിയാലും അറസ്റ്റ് ചെയ്യാത്ത എന്താ? തെളിവ് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞേ. ആ ചെക്കന്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. പറ്റൂലെങ്കിൽ പറ. നിങ്ങളെ മോളിൽ നിയമമുണ്ട്.
മേളും താഴേക്ക് നിയമം ഒരുപോലെ ഞങ്ങളിവിടെ ഇരിക്കണേ. സൂപ്പർ. ഇയാളി ചന്ദ്രൻ ഒരു ബന്ധുവാണ് സാറേ. അവര് കുടുംബക്കാര് മണിയന്റെ കാര്യത്തിൽ പണ്ടേ തുടങ്ങിയ കുഴപ്പാ. ഈ പുല്ല കള്ളനും മണിയടിച്ചിട്ട് തന്നെ സാറേ കാക്കാൻ നടക്കുന്നത്. അവനോടേക്ക് വരാൻ പറ. അജയ, ഞങ്ങളെ സംബന്ധിച്ച് താനാണ് ഇതിലെ പ്രൈം സസ്പെക്ട്. അത് മറക്കണ്ട. PSC റാങ്ക് ലിസ്റ്റിലുണ്ടെന്നല്ലേ പറഞ്ഞു. ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ അത് തന്നെ നല്ലതിനായിരിക്കില്ല. ഇപ്പൊ പോയി. അങ്ങനെ എന്നെ മറയാക്കി കക്കുന്നൊരു കള്ളനുണ്ടെങ്കിൽ ഓനെ പിടിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ സാറേ? അപ്പൊ പിന്നെ ഞങ്ങളെന്തിനാ? அதையும் சொல்லு. நைஸ். போடோ. நல்லவரா இருக்காரே, நல்ல வில்லனா இருப்பாரோ. மலையாள மூவிஸ்ல அப்படிதான் நல்லவனாவே காட்டுறாங்க, கடைசியில போய் கெட்டவனாக்கிறாங்க. നമ്പി നമ്പി ഏമാந்து പോയിടുறேன் நான். ഒരു ചെറിയ ഭവനവേദനയെങ്കിലും ചാർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാല് വെറുതെ മൂപ്പിക്കാൻ നിൽക്കല്ല. ആ ഹോട്ടലിലെങ്ങാനും പോയി ഇരിക്കാൻ നോക്ക്. സ്കൂള് ഭാഷ അവണ്ടവനെയൊക്കെ പിടിച്ച് പോലീസുകാരനാക്കി ഇങ്ങനെ ഇരിക്കും. ഓരോ ദിവസം കളനെ നമ്മളായി കിട്ടും. വാശിപ്പുറത്ത് നീ ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പോനെ. അമ്മേൻ്റെ മനസ്സിലെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പറയാം. അമ്മക്കറിയാവുന്നൊരു കളവ് ഞാൻ നടത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇനി രണ്ടാമതൊരു മോഷണം കൂടെ ഞാൻ ഇവിടെ നടത്തും, അതുറപ്പാ. അന്ന് നമുക്ക് ഇടുന്ന നേരത്തേക്കാന്ന് വെച്ചാൽ പറയുന്നത് മാത്രമല്ലേ കേൾക്കൂ. നീയേ രാജ ഓടിയത് വേട്ടി കൗത്തു തിരിച്ചാ എന്താ കാവില് കാവില്? ഓ തൂക്കിട്ടാണുங்களா? സുദേവന്റെ ഷൂട്ടിംഗ് കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നേ. പക്ഷെ ഇവിടെ വന്നിട്ടാകുമ്പോ ഒരു കുഞ്ഞു പോലും ഇല്ല. പക്ഷെ കാവിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടോ എന്നൊരു സംശയം. കിട്ടിയ കൈയോടെ പിടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. കാവിൻ്റെ ഉള്ളിലാ? ഏയ് പോച്ച് തവള മാട്ടി പോറാണ്. അജയ നോക്കണടാ. സുരേഷ, കാവില് ചിയോതി വിളക്കില്ല. അയ്യോ എന്റെ മോന് നോറ്റ കണി തന്നെ. കണിയാ? ആര് കണി? അല്ല, നീ എന്താ തപ്പിക്കളിക്കുന്നു? ഞാനൊരു ആത്മകഥം പറഞ്ഞാണ് അജയ. ஓ போச்சு, இவனுங்க ஏறினதை ரெக்கார்ட் பண்ணிட்டானுங்க போல. സത്യം പറയണോ, നീ ആരെയാ കാവിൻ്റെ അട കണ്ടത്? നിന്നോട് ചോദിച്ചത്. എന്നെ എന്തിനാ കാവിൻ്റെ അട കൊണ്ടുവന്നു പറയണം. സുരേഷ, എനക്ക് മേലും കീഴ് നോക്കാമല്ലോ. സുദേവൻ പറഞ്ഞിട്ട്. സുദേവൻ. ഓഹോ, ஓ இவன் தான்டா திருடன். எதுக்கு இதெல்லாம் பண்றான் அவன்? അവരുടെ ആവശ്യപ്രകാരം ഞാൻ നിന്നെ കാവിലേക്ക് എത്തിച്ചത്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. സത്യം സത്യം എന്ന് പറഞ്ഞ വാക്കിൽ എന്നെ നാട്ടുകാരെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നുള്ള ഭീഷണിയിൽ ചെയ്തു പോയതാണ് അച്ഛാ. ரெக்கார்ட் பண்ணிட்டானுங்க. പക്ഷെ അങ്ങനെ എങ്ങനെയൊന്നും ഭീഷണിയിൽ വീഴുന്നവനല്ല കൂടെ ചയിച്ചിട്ട് കുരയ്ക്കുന്ന നായി. അജയ വിളക്ക് കേട്ടതോൻ തന്നെ. പക്ഷെ ഇതിലും വലുതെന്തോ വരാനിരിക്കേണ്ടത്. അതാ പിന്നെ അവിടെ റെക്കോർഡ് പട്ടാടില്ല. അപ്പുറം എന്താ നീ എന്താ വിചാരിച്ചത്? വിളക്കും കൊണ്ടങ്ങ് മുങ്ങാന്ന നാട്ടുകാരെയും വിളിച്ചോട്ടി ചിയോതി കാവിലിട്ട് നിന്നെ പച്ചക്ക് കത്തിക്കും. സുരേഷ, നീ ഒന്ന് സമാധാനിക്ക്. വിളക്കം കത്തിച്ച് ഞങ്ങളെങ്ങ് പെടുത്താന്നാണോ എന്റെ വിചാരം? ആക്ച്വലി അത് തന്നെയാ ഞാനും വിചാരിച്ചത്. ഇപ്പോ തെളിവുണ്ട്. സുരേഷ്, നീ അല്ലാടെ ചോദിക്കാവിലെ കള്ളൻ. പക്ഷെ ഇത്തവണ പെടാൻ പോകുന്നത് ഇവനായിരിക്കും, അജയൻ.
അതിനുള്ള തെളിവാണ് ഈ ക്യാമറയ്ക്ക്. அவ்வளோ அந்த கேமரா வாட்டியா போட்டுற வேண்டியதான். ഇത് ഒരു നല്ല ഐഡിയ. സുദേവ ആ വിളക്കാടാ. ആ വിളക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അജയ. പക്ഷേ നല്ല അസല് ഫേക്കാ. அந்த ஃபேக் உள்ள Fake ஆ? வச்சிருவாங்களோ? இல்ல